സംസ്ഥാനത്തെ കൊടും കുറ്റവാളികളായ ഗൂണ്ടകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കുന്നു. നിലവിൽ സജീവമായ ഗൂണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആദ്യത്തെ 10 പേരുടെ സമ്പൂർണ്ണ വിവരങ്ങളായിരിക്കും പോലീസ് ശേഖരിക്കുക. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഈ നീക്കം. അരുൺ രാജ് ബ്രേക്കിംഗ് വാർത്തയുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺ രാജ്, പുതിയ DGP അധികാരമേറ്റതിനു ശേഷം പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. റവാഡ ചന്ദ്രശേഖരൻ്റെ പുതിയ നീക്കം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് റവാഡ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തെ ഗുണ്ടകളുടെ കുറിച്ചുള്ള വിവരശേഖരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ 20 പോലീസ് ജില്ലകളിൽ, അതായത് റൂറൽ സിറ്റി മേഖലയിലടക്കം ഉള്ള 20 പോലീസ് ജില്ലകളിലെ സജീവമായ ആക്റ്റീവ് ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാത് റൂറൽ പരിധിയിൽ, അതാത് സിറ്റി പരിധിയിൽ 10 വീതം പ്രമുഖരായ ഗുണ്ടകളുടെ ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഈ ഗുണ്ടകളുടെ ലിസ്റ്റിൽ 50ഓളം വിവരങ്ങൾ ശേഖരിക്കണമെന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഗുണ്ടകളുടെ ശാരീരിക ഘടന, അവരുടെ പാസ്പോർട്ട്, ലൈസൻസ് അടക്കമുള്ള വിവരങ്ങൾ, അവർക്ക് അവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്, കുടുംബ പശ്ചാത്തലം ഏത് തരത്തിലാണ്, കുടുംബപരമായ രീതികൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ അന്വേഷണത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്ന ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നത് ഈ ഗുണ്ടകൾക്ക് ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായോ അഭിഭാഷകരുമായോ രാഷ്ട്രീയക്കാരുമായോ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുമായോ നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കണമെന്നുള്ളതാണ്. ഇവരെ എവിടെയൊക്കെ വെച്ചാണ് ഈ ഗുണ്ടകൾ കാണുന്നത്, ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് നേരത്തെ ഇവരുമായി സഹകരിച്ചിട്ടുള്ളത്, ഇതിന്റെ പട്ടിക കൂടി തയ്യാറാക്കണം. ഈ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൗമാരക്കാരായ പങ്കാളികൾ, അത് ചെറുപ്പക്കാർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ ഗുണ്ടാ പ്രവർത്തനം സജീവമാകുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ഗുണ്ടകൾ ഏതൊക്കെ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു, ഇവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ 50 വിവരങ്ങൾ അടങ്ങിയ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങളാണ് ഈ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ലോക്കൽ പോലീസും സംയുക്തമായി അന്വേഷിച്ച് ഉടൻ തന്നെ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ 200 ഗുണ്ടകളുടെ പട്ടികയാണ് നിലവിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. IB പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കുറച്ച് അധികം കാലം ജോലി ചെയ്ത് പരിചയമുള്ള പുതിയ DGP ഒരുപാട് മാറ്റത്തിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പ്രേരിപ്പിക്കുമെന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.